മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി കേളകം ഗ്രാമപഞ്ചായത്ത്, ആരോഗ്യവകുപ്പ് എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെയും വിവിധ സംഘടനാ പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ ആലോചന യോഗം സംഘടിപ്പിച്ചു. കേളകം വ്യാപാര ഭവനിൽ നടന്ന ആലോചന യോഗം കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാകും. അതിനെ തടയാനുള്ള ജാഗ്രതയോടുകൂടിയ പ്രവർത്തനങ്ങൾ നമ്മൾ വ്യക്തിപരമായി കൈകാര്യം ചെയ്യുന്നില്ല, വീടുകൾ കൈകാര്യം ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് പലപ്പോഴും ആരോഗ്യ പ്രവർത്തകർ പറയുമ്പോൾ അവരോട് ദേഷ്യപ്പെടുന്ന നിലയുണ്ട്, പലരും അവർ പറയുന്നത് കൂട്ടാക്കാത്ത നിലയുണ്ട്. ഇതൊന്നുമല്ല കാരണം എന്നുള്ളതിന് അതിനൊരു ഒറ്റമൂലിയായിട്ട് എല്ലാവരും കാണുന്നത് പോയിങ് നടത്തുക എന്നുള്ളതാണ് ഒറ്റ ആവശ്യമുള്ളൂ. അത് നടത്തിയാൽ ഇതെല്ലാം പോകുമെന്നുള്ള ഒരു തെറ്റായ ധാരണ എങ്ങനെയോ ആളുകളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. അതല്ല, നമുക്ക് പോയിങ് എന്ന് പറയുന്നത് ഇതിനൊരു ശാശ്വതമായ മാർഗമൊന്നുമല്ല. മാരകമായ വിഷമാണ് ഈ പോയിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു തരത്തിലും ആരോഗ്യകരമായി ഗുണം ചെയ്യുന്ന കാര്യമല്ല. അതുമല്ല, അത് മലിനജലമൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലത്തൊക്കെ കാര്യമായിട്ടത് ഗുണപ്രദമാവുകയുമുള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ മഴ വരാൻ പോവുകയാണ്. ഇന്നലെയൊക്കെ മഴ പെയ്യുമെന്ന് പറഞ്ഞ് പെയ്തിട്ടില്ല. മഴ തുടർച്ചയായിട്ട് പെയ്തു പോയാൽ ഈ രോഗങ്ങൾ കുറയും. പക്ഷെ 2-3 ദിവസം മഴ പെയ്ത് കുറച്ച് ദിവസം അതിനിടയിൽ പെയ്യാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ കൊതുകിന്റെ എണ്ണം പെരുകാനും രോഗം പടരാൻ, ഇത് മാത്രമല്ല മറ്റു രോഗങ്ങളും പടരാനെല്ലാമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ നല്ല നിലയിലുള്ള പ്രവർത്തനം നമുക്ക് മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം വളരെ കൃത്യമായി നമുക്ക് എല്ലാ ഇടങ്ങളും വൃത്തിയായിട്ട് നടത്തിലേക്ക് ചെയ്യണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലക്കുറ്റ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ബിജു ചാക്കോ പെരുമത്തറ, ടോമി പുളിക്കക്കണ്ടം, സജീവൻ പാലുമി, ഹെൽത്ത് ഇൻസ്പെക്ടർ മാത്തുക്കുട്ടി, PM രമണൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് പ്രവർത്തകർ, ശുചിത്വ മിഷൻ, ഹരിതകർമ്മസേന പ്രവർത്തകർ, വ്യാപാരി, സംഘടനാ നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കേളകം ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി. ജലം സംഭരിച്ചു വെച്ചിരിക്കുന്ന എല്ലാ പാത്രങ്ങളും ടാങ്കുകളും കൊതുകുവലയോ തുണിയോ ഉപയോഗിച്ച് എല്ലായ്പ്പോഴും മൂടി സൂക്ഷിക്കേണ്ടതാണെന്നും മഴ പെയ്താൽ മുറ്റത്തോ പരിസരത്തോ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ടയർ, ചിരട്ട, കുപ്പി, പ്ലാസ്റ്റിക് ഷീറ്റുകൾ, പാത്രങ്ങൾ, കൊക്കോ തോടുകൾ മുതലായവ ഉടൻ തന്നെ നീക്കം ചെയ്യേണ്ടതാണ്. റബ്ബർ ടാപ്പിംഗ് നിർത്തിയ തോട്ടങ്ങളിലെ ചിരട്ടകൾ മഴയ്ക്ക് മുൻപായി മാറ്റി സൂക്ഷിക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കണം. മാലിന്യം വലിച്ചെറിയുകയോ പ്ലാസ്റ്റിക് കത്തിക്കുകയോ ചെയ്യുന്നവരുടെ ഫോട്ടോ എടുത്തു നൽകുന്നവർക്ക് പാരിതോഷികം നൽകും. ഇങ്ങനെ ഫോട്ടോ എടുത്തു നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ പഞ്ചായത്ത് രാജ് നിയമങ്ങൾ, കേരള പൊതുജന ആരോഗ്യ നിയമങ്ങൾ എന്നിവ അനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ഗ്രാമപഞ്ചായത്ത് മുന്നറിയിപ്പ് നൽകി. കേളകം ഗ്രാമപഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. വാർഡ് തല ശുചിത്വ സമിതി 15-നകം ചേരും. വാർഡ് തല ശുചീകരണം 16-നകം നടത്തും. പഞ്ചായത്ത് ഘടക സ്ഥാപനങ്ങൾ 15-നകം ശുചീകരണം നടത്താനും പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ഈ മാസം 11-ന് ബോധവൽക്കരണം നടത്താനും തീരുമാനിച്ചു. കേളകം ടൗൺ 16-ാം തീയതിയും അടക്കാത്തോട് ടൗൺ 18-നും ശുചീകരണം നടത്താനും യോഗത്തിൽ തീരുമാനമായി. ഹൈവിഷൻ ന്യൂസ്, കേളകം.